ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗർ പാത്തു. അപ്പം ഞാൻ കുറേ ആയിട്ടോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും യൂട്യൂബിൽ ആക്റ്റീവ് ആവാതായിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് കുറച്ച് റിയാക്ഷൻ, അതായത് ഒരു കമൻറ്റ് റിയാക്ഷൻ ചെയ്യാമെന്ന് കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ നെഗറ്റീവ്, ഇപ്പം ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിൽക്കുമ്പോൾ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. അപ്പോൾ രണ്ടും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇതിലോട്ട് ഇറങ്ങുക. പക്ഷേ ഇപ്പോൾ ഒരു 100 പേരിൻ്റെ ഒരു 500 പേരിൻ്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു 50 പേരിൻ്റെ വീഡിയോ ലൈക്ക് ഇടാമെന്ന് വിചാരിക്കാം. ഈ 50 പേരിൽ ഒരു 30 പേര് കമൻ്റ് ഇട്ടാൽ ബാക്കി ഒരു 15 ഭാഗവും അല്ലെങ്കിൽ ഒരു 10 ഭാഗവും നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാവാം. പക്ഷെ കമൻറ്റ് ബോക്സ്, അപ്പം ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഞങ്ങളെ ഇഷ്ടം പറയാനല്ലേടി എന്ന് ചോദിക്കുന്നവരോടേക്ക് പറയാനുള്ളത്, നിങ്ങളെ ഇഷ്ടം പറയാനുള്ളത് തന്നെയാണ് കമൻറ്റ് ബോക്സ്. പക്ഷേ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുമ്പം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള തള്ളേന്ന് പോയി എൻ്റെ അഭിപ്രായം പറയാനുള്ള ഇതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നെഗറ്റീവ് കമൻറ്റ്, ഞാനിങ്ങനെ കമൻറ്റിനൊന്നും റിപ്ലൈ അങ്ങനെ കൊടുക്കാത്ത ഒരാളാട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് കൊടുത്താൽ പിന്നെ ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ ആ കണ്ടമായി പോവലാണ്. പക്ഷെ ഞാൻ വായിക്കാറുണ്ട്, റിപ്ലൈ കൊടുക്കാറില്ല എന്നുള്ളൂ. അപ്പോൾ ഈ ഡേറ്റ് ഞാൻ കുറച്ച് റിപ്ലൈ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വിചാരിച്ചു കുറച്ച് കമൻറ്റ്സ്, കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കമൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട്, ഈ 2 കൊക്കാപ്പുഴകളമാരത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പണിയില്ലാണ്ട് വെറുതെ വന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് ഇങ്ങനെ പറയും. ഞാനത് കുറച്ച് സീരിയസ് ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എപ്പോഴും സീരിയസ് ആണ്. എൻ്റെ Q&A അടിച്ച് തെറിപ്പിക്കുന്ന എല്ലാവരും. ഇതൊരു Q&A വീഡിയോ ആണോ അതോ റിയാക്ഷൻ വീഡിയോ ആണോ? സത്യം പറഞ്ഞാൽ അന്നേക്ക് തീരെ നേരമില്ലേനി. അപ്പോൾ ഞാൻ കണ്ടമായി എങ്ങനെയൊക്കെ പെട്ടെന്ന് എടുത്ത് കൂട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ കുറച്ച് കമൻസ് ഒക്കെ ഇതിൻ്റെ ഓൾഡ് ഫോണാണ്, ഇതിൽ ഞാൻ കുറച്ച് കമൻറ്റ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വായിച്ചിട്ട് ഞാൻ അങ്ങനെ ഒറ്റയടിക്ക് വായിച്ചിട്ട് ഒറ്റ റിപ്ലൈ ആയിട്ട് പറയാം. വീഡിയോ അധികം ഇങ്ങനെ നീട്ടിക്കൊണ്ടുണ്ടാകും. അപ്പോൾ കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നിയ കുറച്ച് കമൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാവേ. ഫസ്റ്റത്തെ കമൻറ്റ് നമുക്ക് വായിക്കാം. ഫസ്റ്റത്തെ കമൻറ്റ്, ആരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടല്ലോ ആർട്ടിഫിഷ്യൽ സംസാരം, നോർമൽ ആയിട്ട് യുണീക്കായിട്ട് സംസാരിച്ചൂടെ, റിസ്വാന ഷെറിൻ. പിന്നെ രണ്ടാമത്തെ കമൻറ്റ്, കുറച്ച് സ്റ്റാൻഡേർഡിൽ സംസാരിച്ചൂടെ, കുറച്ച് ക്വാളിറ്റിയിൽ സംസാരിച്ചൂടെ, താൻ എന്തിനാണ് ജാസ്മിൻ ജാഫറിൻ്റെ പോലെ ആവാൻ നോക്കുന്നത്. അപ്പോൾ ഇതിന് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ മലപ്പുറംകാരിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ തൊള്ളയിൽ വരുന്ന അക്ഷരങ്ങളും എൻ്റെ തൊള്ളയിൽ വരുന്ന വാക്കുകളും എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ അങ്ങോട്ട് സ്റ്റാൻഡേർഡ് ഇട്ട് സംസാരിച്ചാൽ ഞാനല്ലാതായിപ്പോൾ. ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അതുപോലെ തന്നെയാണ് ഞാൻ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാറ്. അത് നിങ്ങൾക്ക് എൻ്റെ താത്താനോടോ ആരോടെങ്കിലൊക്കെ ഓല വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ കുറച്ച് പൊട്ടിത്തെറിച്ചിട്ടുള്ള ക്യാരക്ടറാണ്. എൻ്റെ വീട്ടിലും അല്ലാതൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ സോഷ്യൽ മീഡിയയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ, എനിക്ക് ഞാനായിട്ട് നിന്നാലേ എനിക്ക് ഞാനായിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് വേറെ ഒരാളായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പം ജാസ്മിൻ ജാഫർ ആണെങ്കിലും പുള്ളിക്കാരുടെ ഇതിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു വീഡിയോയിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ജാസ്മിൻ ജാഫറാണ്. എനിക്കെന്നല്ല, എൻ്റെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ആർക്കും തോന്നിയിട്ടില്ല അവൾ ജാസ്മിൻ ജാഫറിൻ്റെ പോലെ ആവാന്ന്. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നി എനിക്കറിയില്ല, കാഴ്ചപ്പാടായിരിക്കും. ഞാൻ പുള്ളിത്തൊള്ളേന്ന് ഞാനായിട്ട് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്കതാണ് ഇഷ്ടം. ഞാൻ ജാസ്മിൻ ജാഫറിൻ്റെ പോലെ ആവാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേടാ. അപ്പോൾ ഓരോ സൈനും ഓരോരുത്തർക്കും ഉണ്ടാവും. പലവരുടെ ക്യാരക്ടറും പലതുമാണ്. പക്ഷേ ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരാൾക്ക് ഇപ്പോൾ ഒരു വാക്ക്, ഇപ്പം എന്താ പറയുക, ഒരു വാക്ക് ഞങ്ങൾ മലപ്പുറത്ത് ഈ എന്ന് പറയും, നീ എന്നുള്ളതിന് ഞങ്ങൾ മലപ്പുറത്ത് ഇജ് ഈ എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ അതൊരു സ്ലാങ് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഈ മലപ്പുറത്തുള്ള ആൾക്കാർക്ക് തന്നെ വേറെ ഇത് തോന്നുമ്പം ചിലപ്പോൾ ഇമിറ്റേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കാം. ഞാൻ എൻ്റെ രീതിയിലാണ് വർത്താനം പറയുന്നത്. ഞാൻ ഇതേപോലെ മുന്നോട്ട് പോവുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് മാത്രം കണ്ടാൽ മതി കേട്ടോ.
ആരും ഞാൻ നിർബന്ധിക്കണില്ല. നിങ്ങൾക്ക് അപ്പം തന്നെ സ്ക്രോൾ അടിച്ച് പോവാ, യൂസർ ഹൈഡ് ഇതൊക്കെ ഒക്കെ ചെയ്യാം. അത് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഞാൻ എൻ്റെ സ്വന്തം ഇതിലാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് സംസാരിക്കുന്നത്. ഇന്നെ തുടക്കം മുതലേ എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. ഓൾക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഓൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകാൻ. എനിക്ക് ഇതാണ് ഇഷ്ടം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ വായിച്ചിട്ടോ. ഞാൻ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വായിക്കാം. ഉമ്മാക്ക് എന്താ ജോബ്? ഞാൻ എൻ്റെ Q&Aയിൽ കുറേ വീഡിയോയിൽ പറയുന്നുണ്ട് ഉമ്മ ഹോസ്പിറ്റലിൽ ലേബർ റൂം സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണെന്ന്. അതിൻ്റെ അടിയിൽ വേറൊരു ആ ഒരു കമൻറ്റ് ചോദിച്ചു. അതിൻ്റെ അടിയിൽ വേറൊരു കമൻറ്റ് വന്നിട്ട് വേറൊരു പുടു. എന്താണ് ഇവർക്കൊക്കെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് വേറെ കമൻറ്റ് ഇട്ടിക്കാണ്. ഞാൻ വായിച്ചു തരാം കേട്ടോ. ഈ ഫോണിൻ്റെ സ്വിച്ചിനായിരുന്നു നേരെ ഒരു പ്രശ്നം. ഹോസ്പിറ്റൽ ക്ലീനിങ് എന്ന് 2 വട്ടം ആ കമൻറ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഹോസ്പിറ്റൽ ക്ലീനിങ് എന്ന് പറയുന്നത് അത്ര വലിയ മോശം പരിപാടിയൊന്നും അല്ല. അധ്വാനിച്ച് ജീവിക്കുന്നത് അത്ര വലിയ മോശം പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റൽ ക്ലീനിങ്, പാത്രം കഴുകി ജീവിക്കുക, വേറെ വീട്ടിൽ ജോലി എടുത്ത് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അപമാനമായിരിക്കും. ഞങ്ങൾ നോർമൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതായത് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ത്ത് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. ഞാൻ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും എൻ്റെ വീട്ടിലത്തെ എൻ്റെ പാൻറ്റിമാനി കഷ്ടപ്പാടുകൊണ്ടും വീടും ഞങ്ങളുടെ സാഹചര്യം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാരനാണ് ഞങ്ങളും. അപ്പം ഇങ്ങനെ ഒരു ജോലിയാണെന്നല്ല, അമ്മാൻ്റെ ജോലി ലേബർ റൂം സ്റ്റാഫാണ്. പക്ഷേ ഈ ക്ലീനിങ് എന്ന് പറഞ്ഞ് ഇവിടെ പുച്ഛിച്ച് ഈ ഒരു ആരാന്നറിയില്ല പുച്ഛിച്ചതുകൊണ്ട് ഞാൻ പറയാന്ന് കേട്ടോ. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയും ക്വാളിറ്റിയും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾ നല്ല ലെവലിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക, ബാക്കിയുള്ളവർ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ കുറച്ച് ഹൈ ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക, ബാക്കിയുള്ളവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അത് വെച്ചിട്ട് ആരെയും കാൽക്കുലേറ്റ് ചെയ്യരുത്. കാരണം ഇന്നുള്ളവർ നാളെ എന്താവെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് മേലെ കൊടുക്കണോല് അടി കൊടുക്കണോളിൽ മേലെ കൊടുക്കും. അപ്പം അതുകൊണ്ട് ഒന്നും കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല കേട്ടോ. ഈ പറഞ്ഞ കുട്ടീനോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ജോലിനെ നമ്മൾ താത്തി കാണാൻ പാടില്ല. അത് ഈവൻ ഒരു മുറ്റടി ആണെങ്കിലും, മുറ്റടിച്ച് ജീവിക്കുന്ന, ഒരു പപ്പടം വിറ്റ് ജീവിക്കുക, ഒരു കടല വിറ്റ് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ചെറുതായി കാണാൻ പാടില്ല കേട്ടോ. അതിനും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. കാരണം ഒരു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. ഒരാളടുത്ത് കൈ നീട്ടാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ ആണ് ചെയ്യുന്നത്. അപ്പം അതിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എൻ്റെ അമ്മച്ചി ഓണത്തിന് സാരി ഉടുത്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ വന്ന കമൻ്റാണ്, നിൻ്റെ മതത്തിൽ ഓണത്തിന് സാരി എടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മതത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അന്യ പെൺകുട്ടികളെ വീഡിയോക്ക് കമൻ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ പ്രശ്നം എന്താടേ? ഓണത്തിന് സാരി ഉടുക്കരുതെന്ന് ഒരു കിതാബിലും ഒരു ഇതിലും പറഞ്ഞിട്ടില്ല. ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് നമ്മളുടെ രീതിയിൽ ആഘോഷിച്ചിട്ടൊന്നുമില്ല. ഞാൻ വരെ ഓണഷൂട്ട് ഒന്നും നടത്തിയിട്ടില്ല. നടത്തണം എന്നുണ്ടായിരുന്നു. പിന്നെ ഉമ്മ തന്നെയാണ് പറഞ്ഞത് അതൊന്നും വേണ്ട എന്നുള്ളത്. നടത്തിയിട്ടില്ല. നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി ഭാവിയിൽ ചിലപ്പോൾ നടത്തിക്കൂടായില്ല. ഇപ്രാവശ്യം എനിക്ക് നടത്താൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളെ മതത്തിൽ ഓണം ആഘോഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. സാരി എടുത്ത് എന്തായാലും പുറത്ത് പോകരുതെന്ന് നമ്മളെ മതത്തിൽ എന്തായാലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇമ്മാൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അന്ന് ഫംഗ്ഷൻ ഉണ്ടായപ്പോൾ സാരി എടുത്തു. അതിലെന്താ തെറ്റെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഈ പറഞ്ഞ ആളെ എന്താ പറയുക, ഈ പറഞ്ഞ ആളെ മതത്തിൽ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന് അറിയില്ല. ഈ പറഞ്ഞ ആളെ കമൻറ്റ് ബോക്സ്, ഈ പറഞ്ഞ ആളെ സ്വഭാവം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അന്യ പെൺകുട്ടികളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഓരോന്ന് കമൻറ്റ് ഇടാനും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടും. അല്ല, പറഞ്ഞിട്ടുള്ളത് ഇയാൾ പറയട്ടോ നിങ്ങളെ മതത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. വേറെ പണിയൊന്നും ഇല്ലായിട്ടാണ് എന്നും വീഡിയോ ഇടണോ? നിനക്ക് പഠിക്കാനൊക്കെ പോയിക്കൂടെ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ പണി ഇതാണ്. എൻ്റെ പണി ഇതായതുകൊണ്ടാണ് ഞാൻ ഇതിൽ വീഡിയോസ് ഇടുന്നത്. ഞാൻ വീഡിയോസ് ഇട്ടിട്ട് മണി ഉണ്ടാക്കുന്ന ഒരാളാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ കമൻറ്റ് ഇടുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളെക്കാട്ടി എത്രയോ ബെറ്ററാണ് ഞാൻ. എനിക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
നിങ്ങൾ അതുപോലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ പഠിക്കാനൊക്കെ പോയിക്കൂടെ ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പാരാമെഡിക്കൽ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എന്തിനെങ്കിലും പഠിക്കാനും കോഴ്സിനും കയറി കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം യൂട്യൂബ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ കൊളാബറേഷനും പ്രൊമോഷൻസൊക്കെ വരുമ്പോൾ എനിക്ക് അതിന് പോകാൻ പറ്റില്ല. ഫുള്ള് ബിസി ആവും ഞാൻ, ആകെ കൂടെ പണിയാവും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇരിക്കുന്നത്. ഇൻഷാ അള്ളാ ഞാൻ പഠിക്കാൻ പോകണമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി എനിക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് എന്താ പറയുക അഡ്മിഷൻ എടുക്കും കേട്ടോ. അപ്പം എൻ്റെ പഠിപ്പിൻ്റെ കാര്യം ഓർത്തിട്ട് ആരും വറീഡാവേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേടി എന്ന് ചോദിച്ചാൽ എനിക്ക് ഇതാണ് എൻ്റെ പണി, ഞാൻ ഇതിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ. സോന 340 നിർത്തിപ്പോടിന്ന് എന്നോട് പൊടി പറയാൻ ഇജാരാണ്. ഞാൻ എൻ്റെ ഫോണിൽ ബാലൻസ് കയറ്റുന്നത് ഞാനാണ്. ഞാൻ സ്വന്തം കഷ്ടപ്പെട്ട് വാങ്ങിയ ഫോണിൽ ഞാൻ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തത്, എൻ്റെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതിൽ അനക്കിപ്പം എന്താ? ഇജ് എൻ്റെ ചാനലിൽ പോയിട്ട് കേട്ടോ, ഇജ് ഇന്നെ പഠിപ്പിക്കാൻ വരണ്ട, ഇജ് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ടോ, ഞാൻ അതിക്കൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? ഞാൻ എൻ്റെ ചാനലിലായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ എൻ്റെ വ്യക്തിത്വത്തിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഇവിടെ വന്ന് പോടി പറയാനുള്ള അധികാരമൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ല. കാരണം അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ ഈ വീഡിയോ ഇടണോ ഇടാതെക്കണോ എന്നുള്ളത് കേട്ടോ. അടുത്ത വലിയൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ അല്ല, കോമഡി ആണ്. എനിക്ക് കുറച്ച് ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ്. യൂട്യൂബായി നമുക്ക് ആരും തിരിച്ചറിയാനൊന്നും പറ്റൂല. ഡ്രസ്സ് തോരട്ട സ്ഥലത്താണോ വീഡിയോ എടുക്കൽ? തീരെ വൃത്തിയില്ല എനിക്ക്, അല്ലെങ്കിൽ അയ്യേ അന്നെ ഒക്കെ ആരാ കെട്ടിയേ, ഓൻ്റെ ജീവിതം പോയി. ഈ ഒരു കമൻ്റ് അടുപ്പൊക്കെ ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാം. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു ഷോർട്സ് ഇട്ടീനു. അപ്പോൾ അതിൽ ഞങ്ങളെ വീട്ടിൻ്റെ മുൻവശത്താണ് അയൽ കെട്ടിയിട്ടുള്ളത്. മുൻവശത്തും കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിറർ കൂടെ കാണാൻ പറ്റും. മുൻവശത്തും കെട്ടിയിട്ടുണ്ട്, ഈ സൈഡിലും കെട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഒരു കുഞ്ഞ വീടാണ്, റെൻ്റലാണ്, എനിക്ക് സ്വന്തമായിട്ട് വീടായിട്ടില്ല. അപ്പോൾ നമ്മൾ ആരാൻ്റെ വീട്ടിൽ വാടക കൊടുത്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്തിലെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബാക്കിൽ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ ഇട്ടാൽ വെയിൽ തട്ടൂല. വെയിൽ തട്ടിയാൽ ഡ്രസ്സ് തീർപ്പം പോയിട്ട് ഡ്രസ്സ് ഉണങ്ങി കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആരും വരാനും പോകാനൊന്നും ഇല്ല. നമ്മളൊരു ഉള്ളേരിയക്കാണ്, അങ്ങനെ റോഡ് കാണുന്നില്ല, ആരും വരുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡിലും മുന്നിലുമാണ് കെട്ടിയിട്ടുള്ളത്, ഫ്രണ്ട് ഭാഗത്തുമാണ്. നമ്മൾ 7 ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഡ്രസ്സ് ഉണ്ട്. തിരുമ്പാനും പനിയന്മാരതൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡ്രസ്സ് ഉണ്ടാവും, അലക്കാനും ചളിയൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പിയതിന് ശേഷം നമ്മൾ കൊടുന്ന് തോരയിടുന്നത് മുന്നിലാണ്. ചിലപ്പോൾ നിങ്ങളെ വീട് വലുതായിരിക്കും, എൻ്റെ വീട് വലുതല്ല കേട്ടോ. ഞാനൊരു കുഞ്ഞ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കുഞ്ഞു വീട്ടിലാണെങ്കിലും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് കഴിയാണ്. പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ എവിടെ തോരയിടാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ തോരയിടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നിങ്ങൾ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനുള്ള സാഹചര്യമൊന്നും നമുക്കില്ല. നമ്മൾ സാധാരണ ഒരു ഫാമിലിയാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും. ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പറയുള്ളൂ. തീരെ വൃത്തിയില്ലേന്ന് ചോദിച്ചാൽ, ഒരാൾ വൃത്തി എന്ന് പറഞ്ഞത് ഡ്രസ്സ് തോരട്ടേമെന്നൊന്നും നോക്കുക. ചിലപ്പോൾ നിന്നെക്കാട്ടിയും വൃത്തി ഉണ്ടാവും എനിക്ക്. അത് നീ നിൻ്റെ ഐഡൻറ്റിറ്റി മറച്ച് വെക്കുന്നതുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് കാണാത്തത്. ഞാൻ ദിവസം 2 നേരം കുളിക്കുന്ന ഒരാളാണ്. കാലത്ത് നീച്ച് ബ്രഷ് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ തല ഒളിക്കുന്ന ആളാണ്. ബേസിക് ആയിട്ടുള്ള ഹൈജീന് കൊണ്ടുപോകുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എന്താ അതിന് വൃത്തിയില്ലായിട്ടാണ്, അല്ലെങ്കിൽ നിന്നെ കെട്ടിയവൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറയേണ്ട ഒരാവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഏത് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും ഡ്രസ്സ് ഉണങ്ങാൻ അയൽമ തന്നെ ഇടണം. അല്ലാതെ കാറ്റത്ത് ഇങ്ങനെ പറത്തി ഉണങ്ങി കിട്ടുമൊന്നുമില്ല. എത്ര നേരം കാറ്റത്ത് ഇങ്ങനെ പിടിച്ച് പറത്തി നിൽക്കും? ഇല്ല, നമ്മൾ അയൽമ തന്നെ കൊണ്ടുപോയിടണം. പിന്നെ നല്ല പൈസക്കാരോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാമഗ്രികളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിൽ ഇപ്പം അതിനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ തോരടും. കണ്ടിട്ട് സഹിക്കാത്തവർ കണ്ണ് പൂട്ടി അവിടെ ഇരിക്കുക, അത്ര ഉള്ളൂ. വേറെ ഒന്നും പറയില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വോളിയം കുറച്ച് സംസാരിച്ചൂടെ? എന്തിനാ കിടന്ന് കാറുന്നേ? എന്തിനാ കിടന്ന് കാറുന്നേന്ന് ഈ കമന്റ് ഞാൻ കുറെ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് മൈക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നോയ്സ് അടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വോയിസിൽ സ്പീഡിൽ സംസാരിക്കുന്നത്. എനിക്കിങ്ങനെ സ്പീഡിൽ സംസാരിച്ചാലേ ആ ഒരു 1 സെക്കൻഡിലൊക്കെ വരത്തുള്ളൂ. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. വോളിയം
വേറെ ഒന്നുമല്ല, ഞാൻ വോളിയം കിടന്ന് കാറുന്നതെന്ന് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കിടന്ന് കാറുന്ന എൻ്റെ വീഡിയോയിലാണ്. കേൾക്കാൻ പറ്റാത്തവർ ചെവി പൊത്തി അവിടെ ഇരിക്കുക. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ. നമ്മളിപ്പോൾ 1 lakh സബ്സ്ക്രൈബർ. ഗായ്സിക്ക് പറയാനുള്ളത് 10 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ 5 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണെങ്കിലും ആ ഒരു 5 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത് കഷ്ടപ്പെട്ടവർക്കേ അറിയുള്ളൂ. വെറുതെ ഇരിക്കണവർക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളാരും ഒരു യൂട്യൂബേഴ്സിനെയും ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും പോയി തളർത്തരുത്. കാരണം നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കണ നേരം കൊണ്ട് അവരുടേതായ രീതിയിൽ കഷ്ടപ്പെട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളെ ചാനലിൽ 60,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് 70,000 ആവാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഞാൻ വെറുതെ ഇരുന്നാൽ എനിക്ക് ഒരിക്കലും കിട്ടൂലായിരുന്നു. എൻ്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് എന്നെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ്, അത് പുച്ഛിച്ച് തള്ളരുത്. കാരണം എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് അതിങ്ങോട്ട് വലിച്ച് കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവണമെന്നില്ല. കാരണം നിങ്ങൾ അതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊക്കെ രാത്രി ഉറങ്ങാതെ വരെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തൊക്കെ ഓൾറെഡി എനിക്ക് മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ളതാണ്. അതൊന്നും ഞാൻ വിലക്കാണ്ട് എനിക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു 70,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു കുട്ടി ചാനൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത. അതിൻ്റെ എഫോർട്ട് എനിക്കറിയാം. ഇപ്പോൾ വലിയ യൂട്യൂബേഴ്സ്, വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോയതാണ്. അപ്പം നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാർ, നിങ്ങളൊരു ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു 10 വീഡിയോ എങ്കിലും നിങ്ങൾ ഒരാഴ്ച ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എഫേർട്ട്. പിന്നെ വീഡിയോ കുറേ നേരമായോ? പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾ പറയും ഞങ്ങൾക്ക് ഇതെല്ലാം എൻ്റെ പോലെ പണിയുന്നു. പിന്നെ നിങ്ങൾക്ക് വെറുതെ ആരാൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൽ പോയി ചൊറിയലാണ് നിങ്ങളെ പണി. വെറുതെ മാന്തികാണ്ടിരിക്കുക, അതാണ് നിങ്ങളെ പണിയെന്ന് ഞങ്ങൾ അങ്ങോട്ട് കണക്കൂട്ടിക്കോളും. പിന്നെ ഇന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്മൈൽ കറക്ഷൻ എന്തായെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. സ്മൈൽ കറക്ഷൻ ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ബഡ്ജറ്റിൻ്റെ കുഞ്ഞ് ഇഷ്യൂ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പം തന്നെ ഐഫോൺ എടുക്കണം എന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്നായിരുന്നു ഐഫോൺ എടുത്തത്. എൻ്റെ മറ്റേ ഫോൺ ഫുള്ള് കേട് വന്നപ്പോൾ ഞാൻ ഇത് എടുത്തതായിരുന്നു. അതുകൊണ്ട് ഇത് കുറച്ച് ഡിലേ ആയി പോകുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ ഇത് വേഗം നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. ഇവിടെ പല്ല് വെക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല ആയിരിക്കും. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് പേരെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി ഇതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. 100K ആക്കിയിട്ട് വേണം പ്ലേ ബട്ടൺ കിട്ടാൻ. ഇൻഷാല്ലാ എന്നെ കൊണ്ട് കഴിയും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം നെഗറ്റീവ് കാണുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മൾ ഒന്നും ചെയ്തിട്ടല്ല, അവർക്കൊന്നും ചെയ്തിട്ടല്ല. അവർ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ആലോചിക്കുമ്പം ഭയങ്കര ഫീലിംഗ് ആണ്. എനിവേ എനിക്കറിയില്ല ഗൈസ്, ഞാൻ പെട്ടെന്ന് എന്തോ ഇമോഷനായി പോയതാണ്. അപ്പൊ ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ഓക്കെ എന്താ അറിയില്ല, ഇങ്ങനെ ഞാൻ പെട്ടെന്ന് എനിക്ക് കരച്ചിൽ പെട്ടെന്ന് വന്നു. ഏതാണ്ട് അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഇത്രയും കിടന്നിട്ട് അവർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ്? പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഇവളുടെ താത്താൻ്റെ വീഡിയോസ് നല്ല രസമാണ്, ഇവള് അറിയാതെ കണ്ണ് പെട്ടു പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്നെ മെൻ്റലി തളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വരട്ടെങ്കിൽ എൻ്റെ താത്താൻ്റെ വീഡിയോ കാണുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ളൂ. കാരണം അവൾ എൻ്റെ സ്വന്തം താത്തയാണ്. പിന്നെ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്തവർ അപ്പം തന്നെ എന്നെ ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിട്ട് പോവുക. അതൊന്നും ചെയ്യാണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പിന്നെയും വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. സാരല്ല, എന്നും കുറേ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി ഉണ്ടാവും. അപ്പം ഞാൻ വളരെ കുറച്ച് കമൻറ്റ് മാത്രം എടുത്തിട്ട് ഇതാക്കിയിട്ടുള്ളൂ. ഇതിലും റൂഡായിട്ട് എന്നോട് കമൻറ്റിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് തപ്പാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടോളി, ഞാൻ വായിക്കുന്ന ഇക്കാരം. അപ്പോൾ അടുത്ത വീഡിയോക്ക് കാണുന്നവരെയും